നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആൻസി, നമസ്കാരം. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ആകെ ഒരു പ്രചാരണ ചൂടിലാണ് നമ്മുടെ കേരളത്തിലെ എല്ലാ അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെയുള്ള സ്ഥാനാർത്ഥികളെല്ലാം. പൊതുവേ നമുക്കറിയാം ഇപ്പോൾ ഭയങ്കര ചൂടാണ് കേരളത്തിലെ, പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ഒരു ചൂടാണ്. പക്ഷെ അതൊക്കെ തന്നെ വകവയ്ക്കാതെയാണ് സ്ഥാനാർത്ഥികൾ പ്രചാരണവുമായിട്ട് മണ്ഡലങ്ങളിലെല്ലാം തന്നെ ജനങ്ങളെ കാണുന്നു, അവരുടെ വാഗ്ദാനങ്ങൾ നൽകുന്നു. അങ്ങനെ വളരെ നല്ലൊരു കാഴ്ചയാണ് നമുക്കിപ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും പാലക്കാട് നമുക്കറിയാം, എപ്പോഴും ഒരു ജനശ്രദ്ധ പാലക്കാട് ഇല്ലാതെ മാധ്യമങ്ങൾക്ക് ഒരു ദിവസം പോലും ഉണ്ടാവില്ല. ഇപ്പോഴും ഇന്ത്യയിലൊരു വിഷയം കുറച്ച് മാസങ്ങളായിട്ട് പാലക്കാട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം നമുക്കറിയാം. അത് കഴിഞ്ഞ് പിന്നെ അവിടെ സ്ഥാനാർത്ഥികൾ ആരായിരിക്കും എന്നുള്ള പല ചർച്ചകളൊക്കെ വന്നിരുന്നു. ഏതായാലും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും തീരുമാനമായി, പ്രചാരണം നടക്കുന്നുണ്ട്. എന്നാൽ ഇന്നലെ ചില പ്രശ്നങ്ങൾ എന്ന് പറയാൻ സാധിക്കില്ല, എന്നാലും ചില കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും നമ്മുടെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള രമേശ് പിഷാരടി, അദ്ദേഹം നല്ല രീതിയിൽ പ്രചാരണമൊക്കെ നടത്തുന്നതിനിടയിൽ ഒരു BJP കോട്ടയിലേക്ക് കാലെടുത്ത് വെക്കാൻ വേണ്ടി വന്നപ്പോഴേക്കും അവിടെ കുറച്ച് ആളുകൾ വന്ന് അദ്ദേഹത്തെ തടഞ്ഞു എന്ന് കേൾക്കുന്നു. ഏതായാലും ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും വോട്ട് ചോദിക്കാനുള്ള ജനാധിപത്യ അവകാശമുണ്ട്. ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതും നമ്മുടെ ഒരു അവകാശമാണ്. എനിക്ക് എന്ത് തോന്നുന്നു, എന്താണ് ഇന്നലെ അവിടെ ഉണ്ടായത്? ഈ ഒരു സംഭവം ഇങ്ങനെ വോട്ട് ചോദിച്ച് ജനങ്ങളുടെ വോട്ടർമാരുടെ അടുത്തേക്ക് വന്നപ്പോൾ അത്തരത്തിൽ രമേശ് പിഷാരടിയെ തടഞ്ഞത് ശരിയായിട്ട് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഇപ്പോൾ BJP കോട്ടയാണ്, CPM കോട്ടയാണ്, ഇവിടെ UDF കോട്ടയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ഥാനാർത്ഥിയെ തടയാനുള്ള ഒരു അവകാശം ആർക്കുമില്ല. കാരണം ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തെ സംബന്ധിച്ച് അവിടെ സ്ഥാനാർത്ഥികളായി നിൽക്കുന്ന എല്ലാവർക്കും അതിൻ്റെ മുക്കിലും മൂലയിലും പോകാനുള്ള എല്ലാ അവകാശമുണ്ട്. അവിടെ വന്നിട്ട് ഇത് ഞങ്ങളുടെ കോട്ടയാണ്, ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, ഇവിടേക്ക് വരേണ്ട, ഇതിൻ്റെ അകത്തേക്ക് കയറേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞൊരു ഷോ ഇറക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. തീർത്തും അപലപനീയമായ ഒരു സംഭവം തന്നെയാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. ഇവിടുത്തെ രസം എന്ന് വെച്ചാൽ ഈ തടഞ്ഞവരൊക്കെ പറയുന്നത് ഞങ്ങളുടെ കോട്ടയാണ്, ഇങ്ങോട്ട് കയറണ്ടെന്ന്. പക്ഷെ അവിടുത്തെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പറയുന്നത് രമേശ് പിഷാരടി ഈ ജീവിതമാർക്ക് എതിരായിട്ട് സംസാരിച്ചു, സ്ത്രീവിരുദ്ധമായിട്ട് സംസാരിച്ചു, അതുകൊണ്ടാണ് അവിടുത്തെ അമ്മമാർ തടഞ്ഞതെന്നാണ്. അപ്പോൾ സ്ഥാനാർത്ഥി ഒന്ന് പറയുന്നു, ഈ തടഞ്ഞവർ വേറൊന്ന് പറയുന്നു. അപ്പോൾ ഒരു തടയൽ, ഒരു അടിസ്ഥാനരഹിതമായ തടയലായിട്ട് തന്നെ അതിനെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇനി എനിക്ക് വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ എൻ്റെ മണ്ഡലം പാലക്കാടല്ല എങ്കിൽ പോലും രമേശ് പിഷാരടിയെ പാലക്കാട് UDF സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ നമുക്ക് എതിർപ്പൊക്കെ, നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാമല്ലോ. പക്ഷെ എനിക്ക് ഒട്ടും താല്പര്യമില്ല മീൻസ് എനിക്കത് ഒരു എതിർപ്പുണ്ടായിരുന്നു. എൻ്റെ വ്യക്തിപരമായിട്ട് എനിക്ക് രമേശ് പിഷാരടിക്ക് അതിന് സാധിക്കുമോ? അവിടെ ഒരു രാഷ്ട്രീയ അടിത്തറയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ ബേസില്ലാത്ത ഒരാൾ അവിടെ സ്ഥാനാർത്ഥിയായി അവിടെ ജയിക്കുമോ? ഇപ്പോൾ ഉള്ള സീറ്റ് നഷ്ടപ്പെടുമോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ ആ സംഭവത്തിന് ശേഷം ഏതാണ്ട് ഉറപ്പാണ് രമേശ് പിഷാരടി ഈ കഴിഞ്ഞ ദിവസത്തെ സംഭവത്തോടെ പാലക്കാട് തൂക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലേ? എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. കാരണം ഒരു ഫ്രീ പ്രൊമോഷൻ BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത്തരത്തിലുള്ള ഗുണ്ടായിസം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തടയലൊന്നും ഈ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ വില പോകില്ല. കാരണം തികഞ്ഞും അവജ്ഞയോടെ അത് അവർ തള്ളിക്കളയും. കാരണം ഇത്തരത്തിലുള്ള ഈ ഗുണ്ടായിസം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കയ്യേറ്റം അല്ലെങ്കിൽ ഈ പ്രദേശം ഞങ്ങളുടേതാണ് എന്ന തരത്തിലുള്ള ഒരു തടയൽ, അതിനെയൊന്നും ജനം വകവയ്ക്കില്ല. അതിനുള്ള മറുപടി തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ നൽകും. അതിനൊരു ഏതാണ്ടൊരു അന്തരീക്ഷം പാലക്കാട് ഈ സംഭവത്തിലൂടെ അരങ്ങേറിയിരിക്കുകയാണ്. ഇതിപ്പോ പാലക്കാട് ഏത് വാർഡിൽ പോയപ്പോഴായിരുന്നു ഇത്? വടക്കന്തറയിലെ 51-ാം വാർഡിലാണ് ഇന്നലെ രാത്രിയോടെയാണ് സംഭവം ഉണ്ടായത്. പ്രത്യേകിച്ച് രമേശ് പിഷാരടി, നമുക്കറിയാം വാഹന പര്യടനമൊക്കെ നടക്കുന്ന സമയമാണ്. അപ്പോൾ ഇത്തരത്തിൽ പ്രവർത്തകർക്കൊപ്പം അദ്ദേഹം വാഹന പര്യടനം നടത്തുന്നു. അതിനിടയിൽ അദ്ദേഹം തന്നെ പറയുന്നത് ഒരമ്മ അവിടെ നിന്ന് തന്നെ അങ്ങോട്ട് വിളിച്ചു എന്നാണ്. അപ്പോൾ അമ്മയെ വിളിച്ചതിന് പ്രകാരം അദ്ദേഹം അവിടേക്ക് നടന്നു പോയപ്പോഴാണ് കുറച്ച് വനിതാ പ്രവർത്തകർ അടക്കം BJPയുടെ വനിതാ പ്രവർത്തകർ അവർക്ക് നേരെ വന്നിട്ട് ഇങ്ങോട്ട് വോട്ട് ചോദിച്ച് വരേണ്ടതല്ല, ഇത് BJPയുടെ ശക്തി കേന്ദ്രമാണ്, ഇവിടെ വോട്ട് ചോദിച്ച് വരേണ്ട എന്ന് പറഞ്ഞ് BJP കൗൺസിലർ സിന്ധു രാജന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം രമേശ് പിഷാരടിയെ സംഘത്തെയും തടഞ്ഞത് നമ്മളത് കണ്ടതാണ്. വളരെ സംയമനത്തോടെയാണ് രമേശ് പിഷാരടി ആ ഒരു പക്വത ഉണ്ടായിരുന്നു ആ ഒരു സിറ്റുവേഷനിൽ. അതായത് അദ്ദേഹം ആ പക്വതയോടെ തന്നെ ആ ഒരു തിരിച്ചു അവർക്ക് അവിടെ പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. പക്ഷേ ഇത് തികച്ചും അപലപനീയമാണ് കേട്ടോ. മാത്രമല്ല ഇപ്പോൾ ഈ സംഭവം നമ്മൾ അവരെ വിമർശിക്കുമ്പോൾ ഒരിടത്ത് ചോദിക്കും, ഇടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ മഹിളാ മോർച്ച പ്രവർത്തകരൊക്കെ വോട്ട് ചോദിച്ചു ചില വീടുകളിൽ പോയപ്പോൾ CPM പ്രവർത്തകർ ഇതുവരെ അവരെ തടയുന്ന സാഹചര്യം ഉണ്ടായി. അത് ഏത് പാർട്ടിക്കാർ ചെയ്താലും ഈ വോട്ട് അഭ്യർത്ഥനയുമായിട്ട് വീടുകൾ കയറി ഇറങ്ങുമ്പോൾ, പ്രദേശങ്ങളിൽ പോകുമ്പോൾ അതിനെ തടയുന്നത്, അത് ആര് ചെയ്താലും അത് തെറ്റ് തന്നെയാണ്. അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. അത് നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ നാട്ടിൽ ഇപ്പോൾ
ഇപ്പോൾ പലപ്പോഴും ഉത്തരേന്ത്യയൊക്കെ പറയാറുണ്ട് അവിടെ ഇങ്ങനെ സംഭവിക്കുന്നു. പക്ഷെ കേരളത്തിൽ എന്തായാലും അതൊന്നും വില പോകില്ല. അങ്ങനെ ഇപ്പോൾ അവർ വോട്ട് ചോദിക്കാതെ അല്ലെങ്കിൽ അവിടെ പര്യടനം പൂർത്തിയാക്കാതെ മടങ്ങിയെങ്കിലും ഇതിനുള്ള ഒരു മറുപടി തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ സംഭവത്തിൻ്റെ കമൻ്റ് എടുത്ത് നോക്കിയാൽ അതിൽ തന്നെ ഒരുപാട് പേര് പറയുന്നത് രമേശ് പിഷാരടിക്ക് ഭൂരിപക്ഷം കൂടാനുള്ള ഒരു സംഭവമല്ലേ ഇതേ നടക്കുന്നത് എന്നതടക്കമുള്ള ഒരു വിലയിരുത്തലുകൾ വന്നു കഴിഞ്ഞു. കാരണം സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സ് ഒരു സോഫ്റ്റ് കോർണർ നമുക്കുണ്ടാകും. അത് പല പല സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ രമേശിനോടൊരു സോഫ്റ്റ് കോർണർ ചിലർക്കെങ്കിലും തോന്നി അവർ മനസ്സിൽ ഉടലെടുത്ത് കഴിഞ്ഞു ഇങ്ങനൊരു സംഭവം എല്ലാവരും കൂടി ഒരു വ്യക്തി ഇങ്ങനെ അകറ്റുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒറ്റപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ മാറ്റി നിർത്തുമ്പോൾ ആട്ടി ഓടിക്കുമ്പോൾ ഒരു സോഫ്റ്റ് കോർണർ ഉറപ്പായിട്ടുണ്ടാകും. അപ്പോൾ അതും കൂടി ഉറപ്പായിട്ട് ഇതിൽ പ്രതിഫലിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ എന്തായാലും വടക്കന്തറയിലാണ് സംഭവം ഉണ്ടായത്. തീർത്തും അപലപനീയമായി. പ്രത്യേകിച്ച് അവിടുത്തെ LDF സ്ഥാനാർത്ഥി വരെ പറഞ്ഞു ഇത് ഒരിക്കലും നമ്മുടെ ഈ ജനാധിപത്യ രാജ്യത്ത് നടന്നുകൂടാത്തൊരു സംഭവമാണ്. അതാണ് ഞാൻ പറയാൻ വരുന്നത്. LDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള NMR റസാഖ് എന്ന് പറയുന്ന ആളാണ് അവിടുത്തെ LDF സ്ഥാനാർത്ഥി. അദ്ദേഹം വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് ഒരിക്കലും BJP പ്രവർത്തകരുടെ ഈ ഒരു നടപടി പാലക്കാടിന്റെ സംസ്കാരത്തിന് ചേർന്നതല്ലെന്നും അതുപോലെ ജനാധിപത്യ രാജ്യത്തിൽ വോട്ട് ചോദിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് പല വിയോജിപ്പുകൾ ഉണ്ടാകാമെങ്കിലും അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു നിലപാട് അത് നമുക്ക് എന്തായാലും നമുക്കത് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം അദ്ദേഹത്തിന് ഈ സാഹചര്യം നാളെ വരാം അല്ലേ. തീർച്ചയായിട്ടും അദ്ദേഹം ചിലപ്പോൾ ഈ ഭാഗത്തേക്ക് വോട്ട് ചോദിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിനും ഈ സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കാം അദ്ദേഹം ഇപ്പോൾ രമേശ് പിഷാരടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ BJP ചെയ്ത ഈ ഒരു പ്രവൃത്തിയെ അദ്ദേഹം വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. എന്തിനാണ് ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നത് അല്ലേ? ഒരു സ്ഥാനാർത്ഥികളല്ല അവർ വന്നു പോട്ടെ, അവരുടെ കോട്ടയാണ് അല്ലെങ്കിൽ അവരുടെ സ്ഥലമാണെങ്കിൽ അവരുടെ വോട്ടൊന്നും ചോരില്ലല്ലോ. അവിടെ ഒരു UDF സ്ഥാനാർത്ഥി വന്നുവെങ്കിൽ അവിടെ വോട്ട് ചോരാനുള്ള സാധ്യത, അവരുടെ കോട്ടയാണെങ്കിൽ അവർക്കുള്ള വോട്ട് അവിടെ നിന്ന് അവർക്ക് കിട്ടും. പിന്നെ എന്തിനാണ് അതിനെ തടയുന്നത്? എന്തിനാണ് ഇത്രയും വലിയൊരു ഷോ അല്ലെങ്കിൽ ഒരു നാടകീയമായ ഒരു രംഗം എന്തിനുണ്ടാക്കി എന്നതൊരു ചോദ്യം തന്നെയാണ്. അപ്പോൾ മറിച്ച് ഇതിന് കോൺഗ്രസിനെ ഭയപ്പെടുന്നുണ്ടോ പാലക്കാട് BJP? അങ്ങനെ ഒരു ചോദ്യം കൂടി നിലവിലൂടെ ഉയരുന്നുണ്ട്. ഭയം കൊണ്ടാണോ ഇത്തരത്തിൽ ആട്ടി ഓടിക്കുന്നതെന്ന ചോദ്യവും അവിടെ നിന്ന് തന്നെ ഉയരുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇവരുടെ വാഹനം പോയി, വാഹനമാണ് ആദ്യം തടഞ്ഞത്, വാഹനത്തിൻ്റെ താക്കോൽ ഊരിയെടുക്കാൻ ശ്രമിച്ചു, അത് പ്രചാരണം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. അപ്പോൾ ഇതൊക്കെ എന്തിന് ഇത്രയും നമ്മൾ കെട്ടുകേൾവില്ലാത്ത കുറച്ച് സംഭവങ്ങൾ എന്തിനിങ്ങനെയും ഇത്രയും? ഇപ്പോൾ കണ്ണൂരൊക്കെ നമുക്കറിയാമല്ലോ, കണ്ണൂരിലെ ചില സ്ഥലങ്ങളൊക്കെ വലിയ അതെ പാർട്ടി കോട്ടകളാണ്. അവിടെ നിന്ന് പോലും കേട്ടിട്ടില്ലാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ പാലക്കാട് കേൾക്കുന്നത്. ഇപ്പോൾ BJP ഇത്തരത്തിൽ ഇപ്പോഴേ ഇങ്ങനെ തുടങ്ങി അവർ ജയിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കുമെന്ന ചോദ്യം വരെ നിലവിൽ ഉയർന്നു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ സംഭവം ഇനിയും ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇത് തീർത്തും അപലപനീയമായ സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തിനിങ്ങനെ ഇത്രയും ഒരു ഷോ ഉണ്ടാക്കി? അല്ലെങ്കിൽ ഇപ്പോൾ ഈ വനിതാ നേതാക്കന്മാർ എന്തിന് ഇപ്പോൾ രമേശ് പിഷാരടി അതിജീവിതം അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചത് കൊണ്ടാണ് അവിടുത്തെ അമ്മമാർ രമേശ് പിഷാരടിക്കെതിരെ തിരിഞ്ഞതെന്നാണ് ശോഭാ സുരേന്ദ്രൻ നൽകുന്ന വിശദീകരണം. എന്തിൻ്റെ പേരിലായാലും അദ്ദേഹം സ്ത്രീ വിരുദ്ധത കാണിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആരെയും പീഡിപ്പിക്കാനൊന്നും പോയിട്ടില്ലല്ലോ അല്ലേ. അപ്പോൾ എന്തിൻ്റെ പേരിലായാലും ആ വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ തടഞ്ഞത് അല്ലെങ്കിൽ അവരുടെ പര്യടനം തടസ്സപ്പെടുത്തിയത് അത് ഒട്ടും ശരിയായില്ല എന്ന് തന്നെയാണ് എല്ലായിടത്തു നിന്നും വരുന്ന അഭിപ്രായം അല്ലേ. നമുക്ക് പാലക്കാട് ഇനിയിപ്പോൾ എന്തായാലും ഈ ഒരു സംഭവങ്ങളൊക്കെ തന്നെ ഇനി അത് വേണമെങ്കിൽ ആയുധമാക്കാം, നമുക്ക് കോൺഗ്രസിന് ആയുധമാക്കാം. ഇന്ന് പ്രതിഷേധം നടക്കുന്നുണ്ട് തോന്നുന്നു, പന്തംകൊളുത്തി പ്രതിഷേധമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് അവർക്ക് തെരഞ്ഞെടുപ്പിനിടെ അതാണ് ഈ പറയാറുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് നമ്മുടെ ഈ ഒരു ഇലക്ഷന്റെ അവസാനം ഒരു കൊട്ടിപ്രചാരണം വരെയുള്ള ദിവസങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ സമയത്ത് എന്ത് വേണേലും സംഭവിക്കാം. ഇപ്പോൾ വളരെ ഒരു പരിചയസമ്പന്നനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയാണെങ്കിലും പറയുന്ന വാക്കുകൾ ആ ഒരു ദിവസങ്ങളിൽ എന്തെങ്കിലും അബദ്ധമായിൽ നിന്നും വന്നു പോയി കഴിഞ്ഞാൽ അത് അവർക്ക് ആയുധമാക്കാം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കാതിരിക്കട്ടെ, അതാണ് ഇപ്പോൾ പറയാനുള്ളത്. കാരണം തീർച്ചയായിട്ടും പാലക്കാട് നമുക്കറിയാം ഇപ്പോഴും ഒരു BJPയുടെ ഒരു A ക്ലാസ് മണ്ഡലമാണ്. വിജയം ഉണ്ടാകും, ഒരു താമര വിരിയിക്കുമെന്ന് BJP ക്യാമ്പിനെ വളരെ ആത്മവിശ്വാസമുള്ള ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ ആഴ്ചയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നു പോയി. ആ ഒരു ആവേശത്തിലാണ് അവിടുത്തെ BJP ക്യാമ്പ്. അതൊക്കെ കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള സാധാരണക്കാരായിട്ടുള്ള ഈ ഏറ്റവും താഴെ പ്രവർത്തിക്കുന്ന ഈ പ്രവർത്തകർക്കിടയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തീർച്ചയായിട്ടും അത് തെരഞ്ഞെടുപ്പിൽ അത് എന്തായാലും ബാധിക്കുമെന്ന് തന്നെയാണ്. കുറച്ചെങ്കിലും ആളുകൾ ഇതിനെ ഒന്ന് വിമർശിക്കാനും അല്ലെങ്കിൽ കാരണം മലയാളികളുടെ മുന്നിൽ ഇങ്ങനത്തെ ഇതൊന്നും മുതലാകില്ല. അവരുടെ മുന്നിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും ചിലവാകില്ല. അത് തന്നെ പറയാനുള്ളത്, ചിലവാകില്ല. അവർ ചിന്തിക്കുന്നവരാണ് മലയാളികൾ, രാഷ്ട്രീയ ബോധമുള്ളവരാണ്. അപ്പോൾ ഇത്തരത്തിലൊരു ഗുണ്ടായിസം പോലെ പരിപാടി കാണിച്ചാൽ തീർത്ത് ചിലപ്പോൾ BJPക്കാർ വരെ വേണമെങ്കിൽ UDFന് വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഒരു ജനാധിപത്യ രാജ്യമല്ലേ, വോട്ട് ചോദിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അത് തടയാനുള്ള അവകാശമാണ് ഇല്ലാത്തത്. അത്
അത് ആർക്ക് തന്നെയായാലും ഇല്ല, അത്തരത്തിലൊരു തടയാനുള്ള അവകാശം ആർക്കും ഇല്ല. ഇനി ഇതൊക്കെ ഒരു തിരഞ്ഞെടുപ്പ് ചട്ടത്തിന് എതിരായിട്ട് വരുമോ എന്നതും ഒരു ചോദ്യം തന്നെയാണ് അല്ലേ. ഏതായാലും 3 സ്ഥാനാർത്ഥികളും ഒന്നിനൊന്ന് മെച്ചമായിട്ട് തന്നെയാണ് പ്രചാരണം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ ഒരു നേടിയെടുത്ത ഒരു ഭൂരിപക്ഷമുണ്ട്, അത് തകർക്കാൻ കഴിയുമോ രമേശ് പിഷാരടിക്ക്, അതിനോടൊപ്പം എത്താൻ സാധിക്കുമോ, അതിനേക്കാളും നേടാൻ സാധിക്കുമോ, അതോ താമര വിരിയുമോ? പ്രത്യേകിച്ച് അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞു, അതായത് BJP LDF സ്ഥാനാർത്ഥി ദുർബലനാണ് എന്നൊരു പ്രതീതി അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ പോരാട്ടം നടക്കുന്നത് BJP UDF തമ്മിൽ തന്നെയാണ്. LDF ചിത്രത്തിൽ ഇല്ലാന്ന് ഏതാണ്ട് വ്യക്തമാണ്. അപ്പോൾ ഈ രണ്ടുപേരും തമ്മിലുള്ള പോരാട്ടത്തിൽ ആര് നേടും ആര് വീഴുമെന്ന ചോദ്യമൊക്കെ നിലനിൽക്കവെയാണ് ഇത്തരത്തിൽ നാടകീയമായ സംഭവങ്ങൾ കൂടി അരങ്ങേറുന്നത്. തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇത്തവണ പാലക്കാടിന്റെ കാറ്റ് ആർക്ക് ഒപ്പം വീശും എന്നുള്ളത് നമുക്കിനി ഏപ്രിൽ 9 ജനം വിധി എഴുതും. കുറച്ച് ദിവസങ്ങൾ കൂടിയുള്ളൂ. ഇന്ന് ഏപ്രിൽ 2 അത് കഴിഞ്ഞാൽ മെയില് നമുക്ക് റിസൾട്ട് അറിയാം. പിന്നീട് അങ്ങോട്ട് ഒരു മാസത്തെ ഒരു കാത്തിരിപ്പ് അല്ലേ. തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം. അതിനിടയിൽ ഈ സംഭവങ്ങളൊക്കെ തന്നെ ചർച്ചയാകും. തീർച്ചയായിട്ടും ആർക്കൊപ്പം പാലക്കാടൻ ജനത ഇത്തവണ നിൽക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. നമസ്കാരം.